എന്നാൽ ഇവര് മലപ്പുറത്ത് കൊണ്ടുവന്ന സക്കാഫികൾ ആരാര്യങ്ങള് പണ്ടെന്നെ നമ്മളെ ഗ്രൂപ്പിൽ വിശ്വാസമില്ലാത്തോല കള്ളത്തൊരീക്കത്തിൽപ്പെട്ടോലാണ്. ഈ കള്ളത്തൊരീക്കക്കാരെ കൊണ്ടൊന്ന് കുപ്പായടിച്ചാണ്ട് AP ഉസ്താദിനെതിൽ തെറി പറഞ്ഞിട്ട് മുഖം കെടുക പറയല് എന്ത് അന്തള്ള പരിപാടിയാ സുഹൃത്തുക്കളെ. ഈ സക്കാഫികളെ കൂട്ടത്തിൽ ഒരുത്തം വരച്ചു പോകുമ്പോ തന്നെ അവിടെ വിശ്വാസമില്ല. പിന്നെ AP ഉസ്താദ് ഒരു നല്ല മുത്താലിമീങ്ങളെ സ്നേഹിക്കുന്ന മനുഷ്യനാണ്. ഈ കടം വാങ്ങിയിട്ട് നന്നായി തിന്നാൻ കൊടുക്കും. അത് കണ്ടുകൊണ്ട് പോകുന്നത് അവിടുത്തെ ചെമ്പിന്റെ വലിപ്പം കണ്ടു പോകുന്നത് അയാൾ മറക്കസിട്ട്. അയാൾ പറയണേ ഞാൻ ആദ്യ കള്ളത്തൊരീക്കക്കാരനാണ്, പിന്നീട് പോയതാ വെറുതെ. നമ്മൾ ആ സ്ഥാപനത്തിൽ പോവുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെയും പോകുമ്പോഴേ എന്തായില്ല, നമ്മൾ ഉള്ളോട്ട ഇറക്കിയിട്ടില്ല. പിന്നെ എന്തിനാ ഞാൻ അങ്ങോട്ട് വന്നത്? കഴിഞ്ഞ പ്രവാസികൾ പറഞ്ഞ പോലെ ബഹുമാനപ്പെട്ട മൗലാന റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒരൊറ്റ വാക്കിന് വേഗം പോയി വേഗം പോന്ന എന്നൊരു വാക്ക് മാത്രം അംഗീകരിച്ചുകൊണ്ട് പിന്നെന്തിനാ 2 കൊല്ലം നിന്ന് 14 ദിവസം കൊണ്ട് കിട്ടുന്ന സനതാങ്ങി പോന്നാ പോരെ? എന്തിനെ 2 കൊല്ലം നിന്നത്? ഒരു ത്വരീഖത്തിന്റെ ശൈഖിനുള്ള പണി എന്താ? ഹറാമായ ചോറുണ്ണാൻ പറഞ്ഞേക്കല ആണോ? ഇതാണോ ഒരു ശൈഖിന്റെ തെർബിയത്ത്? ഇത് പൊരുത്തല്ലാത്ത ചോറ് മർക്കസിന്ന് തിന്നു പോന്നോന്ന് പറഞ്ഞേക്ക ഒരു ശൈഖ് മാത്രം പോയി പോന്നതാണ്. അവിടെ പഠിക്കുന്ന കാലത്ത് തന്നെ എന്നെ കള്ളത്തൊരീക്കത്തുകാരനാക്കുകയും എന്നെ പെട്ടി പരിശോധിക്കുകയും എല്ലാം നടന്നിട്ടുണ്ട്. അപ്പൊ തന്നെ സൗകര്യമുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് മൗലയുടെ മാർഗങ്ങളുടെ ഔദാര്യം കൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ലെങ്കിലും ആ സനത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വലിയ ഉപകാര. ഒരു കുറ്റിച്ചൂല് കിട്ടിയാൽ മതി സക്കാഫീനെ ഇരിങ്ങാണ്ട്. ഇവരേത് സ്റ്റേജ് മേലെ കൊണ്ടുപോയി ഉപകാരമില്ലാന്നോ? അല്ലെങ്കിൽ ഇയാളെയൊക്കെ ഒരു മനുഷ്യൻ കാണും. നിങ്ങളൊന്ന് പറഞ്ഞേട്ടി കാണിച്ചു. ഈ സക്കാഫി സനത് എത്ര പൈസകളുണ്ട്? ആരെങ്കിലും കൊണ്ടെടുക്കുന്നുണ്ടോ? നമ്മളെ സക്കാഫിന്ന് നെറ്റിപ്പട്ടം കിട്ടിയ ഒരു കുറ്റിച്ചൂല് കിട്ടിയ ബൽക്ക് മുഷാവറിക്ക് ഫിറ്റ അല്ലേ? ഇനിയോ സഹോദരന്മാരെ, എന്നാൽ അതിന് മറുപടി തോട്ടുമുക്കൻ തന്നെ പറയുന്നുണ്ട്. എന്താ പറയുന്നറിയോ? ഡ്യൂപ്ലിക്കറ്റ്. അതെല്ലാത്തിലും ഉണ്ടാവും. അത് ഡ്യൂപ്ലിക്കറ്റ് എന്ന് പറഞ്ഞാൽ അത് മൂസാ നബിന്റെ കാലത്ത് തന്നെ ഉണ്ട്. പിന്നെ AP ഉസ്താദിന്റെ കാലത്ത് ഇല്ലാതെയോ? ഏത് കാലത്തും ചാൻസാണ്. ഡ്യൂപ്ലിക്കറ്റുകൾ എത്രയുള്ളത്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തിൽ ഡ്യൂപ്ലിക്കറ്റ് ഇല്ല. പിന്നെ AP ഉസ്താദിന്റെ കാലത്തില്ല. അതീതകാലം മുതൽ തന്നെ ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് നിർമ്മാണം നടക്കുന്നുണ്ട്. ആ നിർമ്മാണം എപ്പോഴും നടക്കുന്നുണ്ട്. ഇപ്പൊ അതിന്റെ ഓഫീസ് ചേളാരിയിലാന്ന് മാത്രം. അത്രയല്ലേ വ്യത്യാസമുള്ളൂ. ഇനിയോ സഹോദരന്മാരെ, കള്ളത്തൊരീക്കത്തിന്റെ പേരിൽ വിശ്വാസവും കർമ്മവും ചൂഷണം ചെയ്യുന്ന കള്ളത്തൊരീക്കത്തുകാരായതിന്റെ പേരിൽ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്താക്കിയ ആളുകൾ, ആ പുറത്താക്കിയ ആളുകൾ പ്രസംഗിക്കുന്നതൊക്കെ AP ഉസ്താദ് മുഖം കെട്ടു എന്നതിന് തെളിവാണോ? എങ്കിൽ ഞങ്ങളെ കയ്യിലുള്ള ഷെയർ മുബാറക്കിനെതിരെ ഞങ്ങൾ കള്ളത്തൊരീക്കത്തായതിന്റെ പേരിൽ പുറത്താക്കിയ ആൾക്കാർ പ്രസംഗിക്കുന്നുണ്ട് എന്നല്ലേ മുഴുകടലിന്റെ തെളിവ്? എന്നാൽ ഇങ്ങള് കള്ളത്തൊരീക്കത്തിന്റെ പേരിൽ പുറത്താക്കിയ ആൾക്കാർ ഷെയർ മുബാറക്കിനെ ന്യായീകരിച്ച് ഇങ്ങളെ തെറി പറയണ്ടേ? പക്ഷെ ഇങ്ങളും ഞങ്ങളും ഒന്നല്ല. ഞങ്ങൾക്ക് ശറഅാണ് മാനദണ്ഡം. അതുകൊണ്ട് ഞങ്ങൾക്ക് അനുകൂലം പറഞ്ഞാലും പ്രതികൂലം പറഞ്ഞാലും കള്ളത്തൊരീക്കത്ത് ഞങ്ങൾക്ക് കള്ളത്തൊരീക്കത്താ. അതുകൊണ്ടാണ് ആലുവ ശൈഖിന്റെ അമുരീദന്മാരെ ഞങ്ങൾ ഇങ്ങളെ തെറി പറയാൻ കിട്ടുമല്ലോ വിചാരിച്ച് കൊണ്ടെടുക്കാത്തേ. ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിന്റെ മരോനപ്പ് ഞങ്ങൾ കിട്ടായിട്ടല്ല. പക്ഷേ ആ മരുമകന്റെ ത്വരീക്കത്തുമായി ഞങ്ങൾ മനസ്സിലാക്കിയ ശറഇന് ഒത്തുപോകാൻ കഴിയില്ല. ഞങ്ങൾക്കിതൊരു മിനിമം പരിപാടിയല്ല. AP ഉസ്താദിനെ തെറി പറയാനുള്ളൊരു മിനിമം പരിപാടി എന്നുള്ള മാതിരി SKക്കാരെ തോൽപ്പിക്കാനുള്ളൊരു മിനിമം പരിപാടി അല്ല ഞങ്ങൾക്ക് സംഘടനാ പ്രവർത്തനം. ഇങ്ങക്ക് മുഖം കടലുണ്ടോ? നോക്കുങ്ങൾ ആലുവ ശൈഖിന്റെ ആൾക്കാർ പറയുന്നു. എന്ത് ഇവരെ ഷാറു മുബാറക്കിനെ കുറ്റം പറഞ്ഞ് സനതുമാണെന്നൊക്കെ പറയുമ്പോ പേരോട് ഉസ്താദ് മുമ്പ് പറഞ്ഞത് തന്നെ ഇയാളും പറയുന്നത് പുതിയതൊന്നല്ല. പക്ഷെ SKക്കാരെ തെറി പറഞ്ഞു പ്രസംഗിക്കാണ്. എന്റെ കള്ളത്തൊരീക്കത്തിന്റെ പേരിൽ പുറത്താക്കിയപ്പോ കള്ളത്തൊരീക്കത്തിന്റെ പേരിൽ പുറത്താക്കിയ സക്കാഫികളി നമ്മളെ തെറി പറയുന്നത് മുഖം കടലാണെങ്കിൽ ഇക്കള്ളത്തൊരീക്കക്കാർ നിങ്ങളെ പറയുമ്പോ നിങ്ങളെ മുഖം കടണ്ടേ? അപ്പൊ കണ്ണീർ ഉസ്താദിന്റെ പുല്ലുമടങ്ങലും ആകണ്ടേ? ഇന്ന് കേരളത്തിന്റെ അവസ്ഥ എവിടെ എത്തി നിൽക്കുന്നു?
ഒരു പരിശുദ്ധമായ കേശം. നമ്മളിപ്പോ മമ്പറത്തിന്റെ അടുത്താണ് താമസിക്കുന്നത്. തിരുശേഷിപ്പുകൾ, ബർക്കത്തെടുക്കൽ, ഈ പരിപാടി ഏതു രീതിയിലാണെന്ന് മുസ്ലിം ഉമ്മത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ കാണുന്നത് മമ്പറത്തുനിന്ന് കൊണ്ടുവരുന്ന അരിയാണ്, പിടിച്ചോ എന്ന് പറയുമ്പോ അമ്പലക്കടവ് എന്താ ചെയ്യ? അല്ലെങ്കിൽ അയാളെ അനുയായികൾ എന്താ ചെയ്യ? മമ്പറത്തുനിന്ന് സനതുണ്ടോ? അല്ലേ? സനതുണ്ടോ? ഒരു തങ്ങളുട്ടി ഇങ്ങനെ വരിക, ഹൈദരലി തങ്ങള്. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസും ആഫിയത്തും പരിശുദ്ധമായ ത്വരീഖത്ത് സ്വീകരിക്കാനുള്ള പരിപക്വതയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പറഞ്ഞ് നിങ്ങൾ കുളത്തി ചാടണ്ട, അതങ്ങനെ വിടേണ്ട ദോയാണ്. നമ്മളൊക്കെ തങ്ങന്മാരോടുള്ള സമീപനം എങ്ങനെയാ? ഒരു തങ്ങളുട്ടി വരികയാണ്, വരുന്ന സമയത്ത് പറയും ഇത് തങ്ങളാട്ടോ. തങ്ങളാണെന്ന് പറയുന്ന സമയത്ത് നമ്മൾ വേഗം ചെന്നിട്ട് ഇഹ്ദില്ല തങ്ങളാണില്ല കയ്യെ പിടിച്ചിട്ട് ചുംബിച്ച് ആ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉള്ള ആ സ്നേഹത്തിന്റെ പ്രകടനാണ് കാണിക്കുന്നത്. അല്ലേ? ഇപ്പൊ എന്താ അവസ്ഥ? ഒരു തങ്ങൾ ഇങ്ങനെ കാണുമ്പോ നോക്കാം, ഇത് തങ്ങളാട്ടോ. ഏതാ സനതുള്ള തങ്ങളാ? ഇല്ലേ? ആലോചിച്ചു നോക്കും. തങ്ങൾക്ക് സനതുണ്ടോ? കത്തിച്ചു നോക്കണോ? അപ്പോ ഇത് പറയാ, ഈ ത്വരീഖത്തേരെ ഞങ്ങൾക്ക് വാടകയ്ക്ക് എടുത്താൽ കിട്ടും, പക്ഷെ ഞങ്ങൾക്ക് പറ്റുമോ? ഞങ്ങൾക്ക് ശരീഅത്തല്ലേ ഇത്? ഞങ്ങൾക്ക് ഇസ്ലാമിക പ്രബോധനമാണ്, ഇസ്ലാമിന്റെ ദഅവത്താണ്. പക വീട്ടാനുള്ളതല്ല, പക തീർക്കാനുള്ളതല്ല. ഇനി ബലി ഈ സക്കാഫികളെ കിട്ടിയത് പറയുന്നുണ്ട്, കൂറുമാറ്റേ. കൂറുമാറ്റത്തിനെ പറ്റി പറയണ വേറെ വർത്താനം കേട്ടോളൂ. അത് പറയാൻ വേണ്ടി ഒരുങ്ങുമ്പോഴത്തിന് ആൾക്കാര് അങ്ങോട്ട് പോലെ എന്താ കൂറുമാറ്റം? ഇതിന്റെ പേരിലൊക്കെ കൂറുമാറണോ? കള്ളാടി മീൻ പിടിച്ച മാതിരിയാ. ചില ആൾക്കാര് കേശത്തിന്റെ മറ്റുള്ളതിന്റെ ഒക്കെ പേരില് കള്ളാടി പണ്ട് മീൻ പിടിച്ചാൻ പോയത്ര മജീദ് ഉസ്താദാ പറഞ്ഞു. കുളത്തിലിറങ്ങി മീൻ പിടിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോ കാലിന്റെ അടിയിലൊരു മീൻ കുടുങ്ങി. അത് എടുക്കാൻ വേണ്ടി അത് കണ്ടേക്ക് കാലിൽ കുടുങ്ങിയെന്ന് കണ്ടേക്ക് വേഗം പോയി പിടിച്ച് അത് കയ്യിലായതിന് ശേഷം സനതൊക്കെ ഉറപ്പിച്ചിട്ട് സാധനത്തിന് ഞങ്ങളെ കയ്യിൽ കിട്ടിയിരിക്കുന്നു കേട്ടോ എന്ന് പറയേണ്ടതിന് പകരം കള്ളാടി എന്ത് പറഞ്ഞു? ഇത് കാൽമ തടഞ്ഞപ്പോ തന്നെ മീൻ കിട്ടിയായിരുന്നു. അപ്പൊ എല്ലാരും പാടെ മീൻ പിടിച്ചാൻ വന്ന മൊത്തം ചെക്കന്മാര് മൊത്തം കൂടിയിട്ട് എവിടെ മീൻ വെച്ചു? അത് പോയിയായിരുന്നു. നൗഷാദ് ഹസനി ഇതാ വന്നു പറഞ്ഞു, എവിടെ വെച്ചു? പോയിയായിരുന്നു. അല്ലേ? എന്നിട്ട് പിന്നെ അതിനായിട്ടൊരു പരിപാടി ഉണ്ടാക്കുക. എന്നിട്ടിങ്ങനെ വണ്ടിയില് നാട്ടുകാര് വണ്ടിയിൽ പോകുമ്പോതാ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആളതിലില്ല, അതിനാ യോഗം വിളിച്ച്. അപ്പോ സഹോദരന്മാരെ, ഇത് ഒരു പൈസയാ പറയണേ. നിങ്ങൾ പുറത്താക്കിയ പൈസയാണ്, കള്ളത്തൊരീക്കത്തിന്റെ പേരിൽ പുറത്താക്കിയതാണ്. ഇപ്പൊ നിങ്ങൾക്ക് എതിരില്ല പറയുന്നത്, നിങ്ങളെ മുഖം കെട്ടുകണോ? ഞങ്ങള് കള്ളത്തൊരീക്കത്തിന്റെ പേരിൽ പുറത്താക്കിയ കക്ഷികളെ കൊണ്ടുവന്നിട്ട് ഞങ്ങളീക്ക് കിട്ടിയെന്നും പറഞ്ഞുങ്ങാണ്ട് കൂറുമാറ്റ പരിപാടി വെച്ച് അത് ഈ കണ്ണിയത്ത് ഉസ്താദിന്റെ മുഖം കടലാന്ന് പറയുന്നത് കണ്ണിയത്ത് ഉസ്താദിനെ മോശാക്കലല്ലേ? എസ്കന്റെ സഹപ്രവർത്തകരെ, നിങ്ങളെന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? ഇനിയുണ്ട്, ഒന്നും കൂടി പറഞ്ഞോട്ടെ, ഒരു സാമ്പിൾ വെടിക്കട്ടെ. മുഖം കെട്ടുക്കണോ? കൂട്ടത്തിന് കുറെ കാലായി നെളിച്ചില് തുടങ്ങിയിട്ട് നിനക്കൊരു മങ്കും തിരിയില്ല എന്ന് ഞങ്ങൾക്കറിയാം. കൂടെ വർക്ക് ചെയ്ത ആളുകളാ. അതെ, ഇതല്ല ഇപ്പൊ സക്കാബികളും പറയല്. ഞങ്ങൾ കൂടെ വർക്ക് ചെയ്തോല, ഞങ്ങൾക്ക് എല്ലാം അറിയാം. അതുകൊണ്ട് ഞങ്ങളങ്ങട്ട് പോന്നത്. രാമന്തൾ 26 കൊല്ലം നമ്മളെ ബുദ്ധിജീവിയില്ല. അപ്പൊ ഇരിക്കട്ടെ, കൂടെ കിടന്നൊരുക്കൊക്കെ അറിയാം. ഇതന്നെ ബലും പറയണതേ, മുഖം കെട്ടിക്കണോ? കൂടെ കടന്നോൾക്ക് രാപ്പനെ അറിയും. അതെ, അന്റെ സുന്നത്തമായത്തെന്താന്ന് എനിക്കറിയടോ. നീ എന്താ മനസ്സിലാക്കിയത്?
ആ ഹുസൈൻ സലഫി പ്രസംഗിച്ചിട്ട് മറുപടി പറയാനില്ലാതെ 5 കേസറ്റുമായിട്ട് ഇതിന് മറുപടി ഒന്ന് എഴുതി തരുമോന്ന് പറഞ്ഞു വന്ന ഈ സാധുവേ ആര്? അമ്പലക്കടവ് നീച്ചെന്ന് കാണാൻ ബലം വെക്കുക. ഹുസൈൻ സലഫി പ്രസംഗിച്ചതിന് മറുപടി സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ നിനക്കോ നിന്റെ ആളുകൾക്കോ വിശദീകരിക്കാൻ കഴിയാതെ ഈ സാധു മജീദ് ഉസ്താദിന്റെ അരികിൽ വന്ന് ഓച്ചാനിക്കുന്നെന്ന് അത് മുഴുക്കെ എഴുതി വാങ്ങി കോപ്പി അടിച്ച് നടക്കുന്ന ഈ വൃത്തികെട്ടവൻ സുന്നത്ത് ജമാഅത്തിനെ കുറിച്ച് എന്ത് പഠിച്ചു? വലിയ കഴിവ് നെളിഞ്ഞിങ്ങനെ നടന്നിങ്ങനെ പറയുന്നട്ടാ അമ്പലക്കടവ് പുണ്ണാക്ക അമ്പലക്കടവ്. പൊതുജനങ്ങൾ മനസ്സിലാക്കണം, സമസ്തന്റെ പ്രവർത്തകർ, നിങ്ങൾ ഇന്നു മുതൽ പുതിയൊരു മുദ്രാവാക്യം വിളിക്കണം. ലക്ഷം ലക്ഷം പിന്നാലെ, ലക്ഷണം കെട്ടോ മുന്നാലെ. അപ്പോ സഹോദരന്മാരെ മുഖം കെട്ടുക്കണോ? തെറ്റിയ തമ്മാടിത്തരം പറയാന്നുള്ളത് മുഖം കടലിന്റെ അടയാളമല്ല, അത് നിഫാക്കിന്റെ അടയാളാണെന്ന് ഖാല റസൂലുള്ളാഹി. അതല്ലേ റസൂലുള്ള പഠിപ്പിച്ച ഇദാ ഖാസമ ഫജറ. അങ്ങനെയാണ് ഞങ്ങളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. പുറത്താക്കിയോൻ പറയുന്ന തമ്മാടിത്തരങ്ങൾ മുഖം കെടുന്നതിന്റെ ലക്ഷണമല്ല, അത് നിഫാഖിന്റെ ലക്ഷണമാണെന്ന് ഖാല റസൂലുള്ളാഹി. ഹുസൈൻ സലഫി മറുപടിക്കെന്നിട്ടേ മറുപടി പറയാൻ പറ്റ ഇയാളല്ലാത്തൊരു മറുപടിക്കാർ ആ കൂട്ടത്തിലില്ല. അങ്ങനെ കള്ളത്തൊരീക്കരുത്തരടുത്ത് പോയി അള്ളാഹു വേണം. ഇയാൾ ഈ ഷെയ്ഖ് മുബാറക്കിന്റെ വിഷയത്തിൽ പറഞ്ഞതൊന്നും പുതിയതല്ലട്ടോ. ഇതൊക്കെ എ മുതൽ സെറ്റ് വരെ പേരോട് ഉസ്താദ് പറഞ്ഞതാ, പുതിയതൊന്നും ഇപ്പതിലില്ല. മമ്പർത്ത മസാലയും അതുപോലെ തങ്ങന്മാരെ മസാലയും ഒക്കെ നമ്മൾ പറഞ്ഞു തന്നെയാണ്, അല്ലാത്തൊന്നും ഇപ്പൊ അതിൽ പുതിയതില്ല. നമ്മൾ എന്തിനാത് കേൾപ്പിച്ചത്? കള്ളത്തൊരീക്കത്തിന്റെ പേരിൽ പുറത്താക്കിയ സക്കാഫിയാളെ കൊണ്ടെന്ന് തെറി പറയിച്ചിട്ട് നമ്മൾ മുഖം കെട്ടു എന്ന് പറയൽ അത് മുഖം കടലിന്റെ അടയാളമല്ല.